ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ് ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അത് ഞാൻ 23 തുടങ്ങിയിട്ട് ഹല്ലേലൂയ വായിക്കാം. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബര്യാസിൽ നിന്ന് ചെറുപട കിട്ടിയിരുന്നു. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരുമില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ ഞങ്ങളും പടക് കയറി യേശുവിനെ തിരിഞ്ഞ് കഫർന്നഹൂമിലെത്തി. കടൽക്കരെ അവനെ കണ്ടപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായ കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് അല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് അത്രേ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് നുറുക്കി ഹാലയിൽ എല്ലാവർക്കും കൊടുത്ത് ഹാലയിൽ ആൾക്കാരെല്ലാവരും തിന്ന് തൃപ്തരായി. ഹാലയിൽ അവിടുന്ന് പുറത്ത് വരിക. എന്നിട്ട് അവിടെ നിന്ന് ശിഷ്യന്മാരുടെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഹാലയിലിയ പടക് എടുത്തുകൊണ്ട് അപ്പുറത്ത് പൊയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. കർത്താവ് യേശു ക്രിസ്തു അവരോട് പോകുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ പിന്നീടും ഹല്ലേലൂയ ആമേൻ ശിഷ്യന്മാർ മാത്രം. പക്ഷെ എല്ലാ നേരം വെളുത്തപ്പോഴത്തേന് കർത്താവിനെ അന്വേഷിച്ച് വലിയ പുരുഷാരം വരികയാണ് വീണ്ടും. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. കാണാതിരിക്കുമ്പോ അവര് ചെറു പടകെടുത്ത് അക്കരെ പോവുക. അക്കരെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിക്കുന്നത്, അപ്പൊ ഗുരു, നീ എങ്ങനെ ഇവിടെ വന്നു? യേശുവിനെ കഫർന്നഹൂമിലെത്തി കടൽക്കരെ അവനെ കണ്ടപ്പോൾ, റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു യേശു. അപ്പൊ എങ്ങനെ എപ്പോൾ വന്നു? കാരണം അവർക്കറിയായിരുന്നു പടകില്ല. പടകിൽ ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ പടക് ഇല്ലാതിരിക്കുന്നിടത്ത് നിന്ന് കർത്താവ് യേശു ക്രിസ്തു എപ്പോൾ അവിടെ വന്നു? കർത്താവ് യേശു ക്രിസ്തു അതിന് മറുപടി പറയുന്നതേ ഇല്ല. യേശു അതിന് മറുപടി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട്, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനോട് അവര് ചോദിക്കുന്നത്, ഗുരു, നീ എപ്പ ഇവിടെ വന്നു എന്നാ ചോദിക്കുന്നത്. യേശു കർത്താവ് മറുപടി പറയുന്നത്, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത് അടയാളം കണ്ടതുകൊണ്ടല്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? കർത്താവ് മറുപടി പറയുന്നത് എന്താണ് നമ്മളോട് ചിന്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതുപോലെ ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ട കാര്യങ്ങൾ ഇല്ല എന്ന്. ഹല്ലേലൂയ. എല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാൻ നിൽക്കേണ്ട എന്നാണ് ഇവിടെ നമ്മൾ. കാരണം കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിന് ഹല്ലേലൂയ കർത്താവ് പലപ്പോഴും ഒരിക്കൽ ഹാലയിലെ കർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് അവർ വന്ന് നിൽക്കുന്നു, ഇവർ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും, ഗോതമ്പ് പൊടി നിലത്തോട് ചത്തിട്ടല്ല അപ്പമായി മാറത്തില്ലെന്നൊക്കെ പറഞ്ഞു അവിടെയും പറയുന്നു. ഇവരോട് പലപ്പോഴും പുരുഷാരമോ ഇവരൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല കർത്താവ് പറയും. കാരണം ആ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ മറുപടി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. ഹല്ലേലൂയ. അല്ലെ ആ മറുപടിക്കടെ പ്രസക്തമല്ല. കർത്താവ് പക്ഷെ വീണ്ടും പലത് വേറെ പലത് അവരുടെ വേണ്ടുന്ന കാര്യങ്ങളാ പറയുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്ന എന്താ കാര്യം എന്ന് മനസ്സിലായി. ഇപ്പൊ മനുഷ്യർക്ക് ഹല്ലേലൂയ ഇപ്പോഴും കർത്താവിന്റെ പിന്നാലെ ആൾക്കാർ ഓടുന്നതിന്റെ കാര്യം ഹല്ലേലൂയ അടയാളം കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു അവിടെ അപ്പം കിട്ടിയത് കൊണ്ട് അത്രയും നിങ്ങൾ ഹല്ലേലൂയ. അത് നശിച്ചു പോകുന്ന ആഹാരം നമ്മൾ കാണുന്നത് ജാതികളായിട്ടുള്ളവരാണെങ്കിലും മറ്റു പലരും ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ. എന്ത് കിട്ടും എന്നാ നോക്കുന്നത്. ഹല്ലേലൂയ. എന്ത് കിട്ടും? നമുക്ക് എന്ത് പ്രയോജനമുണ്ട്? നമുക്ക് എന്ത് വരും? പ്രാർത്ഥിക്കാൻ പോയാല് ഇപ്പൊ ഒരു സഭയിലേക്ക് കടന്നു പോകുമ്പോ തന്നെ ആ സഭയിൽ പോയാൽ അല്ലെ ആ പ്രാർത്ഥനയ്ക്ക് പോയാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ്ലീസ്റ്റ് ഒരു വിടുതലെങ്കിലും കിട്ടണം. ഹല്ലേലൂയ. അല്ലാതെ എനിക്കെന്നെ കർത്താവിനെ ഒന്ന് ആരാധിക്കണം, അല്ലെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മള് ഹല്ലേലൂയ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തന്നെയും ഹല്ലേലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില കാലഘട്ടത്തിലൂടെ ചില സമയത്തിലൂടെ കടന്നു പോകും. നമ്മളും കർത്താവിനോട് പരാതി പറയാറുണ്ട്. കർത്താവേ, എന്നെ വിളിച്ചത് എന്തിനാ? വേർതിരിച്ചത് എന്തിനാ? മക്കളാക്കി മാറ്റിയത് എന്തിനാ? ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ? ഹല്ലേലൂയ ഇത്രത്തോളം ഞാൻ നിന്നില്ലേ? എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം എല്ലാവർക്കും ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളത് ഒരു ചിന്ത. അത് ലോകത്തിന്റെ സിസ്റ്റമാണ്. മക്കൾ അമ്മയെ സ്നേഹിച്ച അമ്മ തിരിച്ച് സ്നേഹിക്കണം, അല്ലെങ്കിൽ മക്കളെ സ്നേഹിച്ച മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവര് തിരിച്ച് സ്നേഹിക്കണം. അല്ലെങ്കിൽ ഇപ്പം ഓരോ കാര്യങ്ങൾക്കും ഭാര്യ ഭർത്താവ് എല്ലാ ബന്ധങ്ങൾക്കും എല്ലാത്തിനും കണ്ടീഷൻസ് ആൻഡ് ഹല്ലേലൂയ കണ്ടീഷൻസ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കി ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കണം അറ്റ്ലീസ്റ്റ്, അല്ലേ? ഇല്ലെങ്കിൽ എന്ത് പറയും? അയ്യോ, അവരെന്നോട് ചിരിച്ച് ഞാൻ ചിരിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ചിരിച്ചിട്ട് അവര് ചിരിച്ചില്ല, ഇനി മൂലം അവരെ കണ്ട ചിരിക്കരുത്.
അല്ലെ? പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ യോഗ്യത കണ്ടിട്ടൊന്നുമല്ല. കർത്താവ് നമുക്ക് ജീവൻ കൊടുത്തത് നമ്മൾ നീതിമാന്മാരായിട്ടൊന്നുമല്ല. ഇപ്പോഴും നമ്മളെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ അൺകണ്ടീഷണൽ ലവ് നമ്മുടെ ഹൃദയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. കാരണം ആ അൺകണ്ടീഷണൽ ലവ് ഉണ്ടെങ്കിലാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ സ്നേഹം സകലതും പൊറുക്കുകയും ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളില് സ്നേഹത്തെക്കാട്ടി ഉപരിയായി മറ്റെന്തൊക്കെയോ അവിടെ കീറി വരുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ നമ്മളിലൊക്കെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വചനത്തിൽ നിന്ന് വിട്ടുപോകാന്ന് വിചാരിക്കണ്ട. നമ്മളിലൊക്കെ ഇരിക്കുന്ന ഈഗോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി അതൊക്കെ മുറിവേൽക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ മറന്നുപോകും. ഇവിടെ കർത്താവ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ തുടങ്ങും. നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഒന്ന് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിനെ റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് വെച്ചാൽ അതിന് യേശു ആമേൻ നിങ്ങളോട് പറയും നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ട് അപ്പം തിന്നെ തൃപ്തരായിട്ട് എന്നെ അന്വേഷിക്കുന്നു. നശിച്ചു പോകുന്ന ആഹാരത്തെ നിത്യജീവിതത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനകത്തെ പ്രവർത്തി അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ട് അപ്പം നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് ഇന്ന് എല്ലാ മാനുഷ്യമായ ബന്ധങ്ങളാണെങ്കിലും ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ്. അതിന്റെ ബേസിലാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക, എല്ലാ കാര്യങ്ങൾക്കും അളവുകൾ വെക്കുകയും ചെയ്യുന്നത്. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് പ്രയോജനം, ഞാനിത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ അല്ലെങ്കിൽ ഞാനിത് ചെയ്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവരിങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ പാടില്ല, ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഈ ലോകത്തിൻ്റെതായ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിൽ പരിഭവങ്ങളും പിണക്കങ്ങളും പ്രയാസങ്ങളും തിന്മകളും പരിഹാസങ്ങളും എന്നൊക്കെ നമ്മൾ പറയുന്നത് എല്ലാം കടന്നു വരുന്നത് എന്തിനാ ബേസ് ചെയ്തെന്ന് വെച്ചാൽ ഈ ലോകത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ്. ഇന്ന് ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുക കർത്താവിന് വേണ്ടി നമ്മൾ നിന്നെ അനുഭവിച്ചെന്ന്? സുവിശേഷത്തിന് വേണ്ടി നമുക്ക് നിന്നെ അനുഭവിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളെ കളിയാക്കുന്നുണ്ട് പ്രാർത്ഥനക്കാരെന്നൊക്കെ വിളിച്ച്. പക്ഷെ അതിലും എന്തുകൊണ്ടാണ് നമുക്ക് മുറിവേൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഈഗോ ഉള്ളതുകൊണ്ടല്ലേ, വ്യക്തിത്വം കയറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മളിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിനൊക്കെ നിന്ന് വരുന്നെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഇന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും എന്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ ബേസിലാണ്. നമ്മുടെ ശരീരം അത് നശിച്ചു പോകുന്നതാ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ആൾക്കാർ ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന ഈ ശരീരത്തിനെ എങ്ങനെ നന്നാക്കി കൊണ്ടുപോകാന്നുള്ളതാണ്. ഇതിന് രോഗം വന്നാൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യും, ഇതിന് ക്ഷീണം വന്നാൽ പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കും, ഇതിനൊരു വയ്യാഴി വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, റെസ്റ്റ് എടുക്കും, ഇതെല്ലാം നമ്മൾ ചെയ്യും. ഞാൻ ചോദിക്കുന്നത് ഇത് നശിച്ചു പോകുന്ന ആഹാരമാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ആത്മമനുഷ്യൻ ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ, ആത്മമനുഷ്യന് മുറിവേറ്റ് കഴിഞ്ഞാൽ, ആത്മമനുഷ്യൻ വയ്യാഴി വന്ന് നമുക്ക് തോന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്ന വാക്ക് ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ നശിച്ചു നിത്യജീവൻ നിങ്ങൾക്ക് ആഹാരത്തിന് അത്രേ പ്രവർത്തിക്കും. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് അത്രേ പ്രവർത്തിപ്പിക്കും. അപ്പൊ നമ്മളെ നിത്യജീവനിലേക്ക് നടത്താൻ വേണ്ടുന്ന നമ്മൾ അതിലേക്ക് നിലനിർത്താൻ വേണ്ടുന്ന ആഹാരത്തിനായിട്ട് അത്രേ പ്രവർത്തിപ്പെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുന്നതിനെ കുറിച്ചോ, ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കനുസരിച്ചോ അല്ല. ബാക്കിയെല്ലാം ഈ ലോകത്തിന്റെ എല്ലാം മാറ്റിവെച്ചാൽ അപ്പൊ ഈ ലോകത്ത് നമുക്കൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലും നാം നിത്യജീവൻ നമുക്ക് ലഭിക്കണം. അതിവിടെ പറയുന്നത് അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. കർത്താവ് യേശുക്രിസ്തു നിങ്ങൾക്ക് തരും. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും, അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിതാവായ ദൈവം കർത്താവ് യേശുക്രിസ്തുവിനെ മുദ്രയിട്ടിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു നമുക്ക് നിത്യജീവൻ തരും. ഹല്ലേലൂയ. അപ്പൊ ഈ നിത്യജീവൻ ഫോക്കസ്ഡ്. അപ്പൊ പിതാവ് മുദ്രയിട്ടിരിക്കുന്നവർക്ക് കർത്താവ് യേശുക്രിസ്തുവിൽ തന്നെയാണ് മുദ്രയിട്ടിരിക്കുന്നത്. പക്ഷെ ഈ മുദ്ര നമ്മുടെ മേൽ കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമ്മുടെ മേൽ വരികയുള്ളൂ.
ഹല്ലേലൂയ. ഈ കർത്താവ് യേശുക്രിസ്തുവോടെ വരുന്ന നമ്മുടെ എല്ലാം ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ കഴിവിലും മിടുക്കിലും നമ്മുടെ നീതിപ്രവൃത്തി ഒന്നുമല്ല. കർത്താവിന്റെ കൃപയാൽ നമ്മളിലേക്ക് അത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വന്ന പുത്ര ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകാമെന്ന് പറയല്ല, നൽകിയിരിക്കുന്ന നിത്യജീവൻ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഏതെങ്കിലും മനുഷ്യർ ഞാൻ ഉൾപ്പെടെ ചോദിക്കണം എല്ലാ ദിവസവും, കർത്താവേ എന്റെ നിത്യജീവൻ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റിട്ട് ഉച്ചയ്ക്ക് ചോദിക്കുന്ന, കർത്താവേ നിത്യജീവൻ പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? എന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ മാറ്റം വരണമല്ലോ. എന്നാണോ നമ്മൾ നശിച്ചു പോകുന്ന ആഹാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്ത മൊത്തം നശിച്ചു പോകുന്ന ആഹാരത്തെക്കുറിച്ച് തന്നെ സിസ്റ്റർ. അതിപ്പോ അല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ പറയും, എന്റെ ജീവിതം എന്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയും, നമ്മുടെ ചിന്ത അയ്യോ കുഞ്ഞിന്റെ ഫീസിന്റെ കാര്യം എങ്ങനെയാ, കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാ, നമ്മുടെ നാളത്തെ കാര്യം എങ്ങനെയാ, ജോലിയുടെ കാര്യം എങ്ങനെയാ, ഞാൻ ബാധ്യത തീർക്കുന്ന എങ്ങനെ, ഇതെങ്ങനെ അതെങ്ങനെ. നാളെ ഇപ്പം രാത്രി കിടക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഉണ്ടാക്കും, ലഞ്ചിന് എന്തോ ഉണ്ടാക്കും, അതിന് കറി എന്തോ ഉണ്ടാക്കും. ഇതൊക്കെ അവർക്ക് കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയിലെ പകുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. രാവിലെ എന്താ വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതെല്ലാം ശരിയാക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കും. പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്നിട്ട് ദൈവമേ എന്റെ നിത്യജീവൻ എനിക്ക് നഷ്ടപ്പെടാതിരുന്ന കർത്താവ് വന്ന എന്തോ ചെയ്യും, ഞാൻ പോകുമോ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ക്രമപ്പെടാനുണ്ടോ, എന്റെ ജീവിതത്തിൽ എവിടെയാണ് മാറ്റം വരുന്നത്, ഞാൻ എവിടെയാണ് നന്നാകേണ്ടത് ചോദിക്കാറുണ്ടോ? നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പോലും, ഒരു പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാൻ പോകുന്ന ഒരു ദൈവദാസനെ കാണുമ്പോൾ സംസാരിക്കും, നമ്മുടെയൊക്കെ ഉള്ളിൽ എന്താ, ഇനി ഒരു അത്ഭുതം നടക്കണേ, ഒരു അടയാളം നടക്കണേ, അല്ലെങ്കിൽ ഒരു വിടുതൽ നടക്കണേ, നമ്മുടെ ജീവിതത്തെ എവിടെയെങ്കിലും കൊണ്ട് വിടുവിക്കപ്പെടണമേ. ഹാലേലിയ. കാരണം ഇതെല്ലാം എന്തിനു ബേസ് ചെയ്തായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാലേലിയ നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നു, അല്ലേ? അപ്പം ധർമ്മസിസ്റ്റർക്ക് വചനഭാഗം കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അത് ശേഷം ഹല്ലേലൂയ മനുഷ്യപുത്രങ്ങൾക്ക് തരും. അത് കഴിഞ്ഞിട്ട് അവന് പിതാവിന്റെ അവർ അവനോട് ദൈവത്തിന്റെ പ്രസാദ പ്രവർത്തിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യം ജനം ചോദിക്കുന്നത്, ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ജാതികൾ എന്ത് ചെയ്യുന്നു, ലോകക്കാരെന്ത് ചെയ്യുന്നു, പൈശാചിക ബന്ധം കിടക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് പ്രശ്നമേ അല്ല. അവർക്ക് തെറി വിളിക്കാം, അവർക്ക് വഴക്കുണ്ടാക്കാം, അവർക്ക് തമ്മിലടിക്കാം, അവർക്ക് പലതും ചെയ്യാം. പക്ഷേല് ദൈവം മക്കൾ അത് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പുസ്തകത്തിൽ വ്യവസ്ഥയില്ല. പക്ഷേല് പൈശാചിക തന്ത്രം എന്താന്ന് വെച്ചാൽ നമ്മളെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോയ സാഹചര്യത്തിൽ കൊണ്ടിട്ട് നമ്മളെ അതിലേക്ക് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഒക്കെ ഉള്ളവർ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ നമുക്ക് അതിനുള്ള വ്യവസ്ഥയില്ല. അവൻ എന്നോട് ഇങ്ങനെ ചെയ്തുകൊണ്ട്, അവൻ എന്നെ തല്ലിയതുകൊണ്ട് ഞാൻ തിരിച്ചു തല്ലി, അവരെന്നെ അടിച്ചതുകൊണ്ട് ഞാൻ തിരിച്ചടിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് വ്യവസ്ഥയില്ല. കാരണം അവരെന്ത് ചെയ്താലും ദൈവസന്നിധിയിൽ അതിന് ആരോപിക്കാൻ ചെല്ലുന്ന പിശാചില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾ പോലും പിശാച് അത് ആരോപണമായിട്ട് കൊണ്ടു ചെല്ലും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവിടെ ഒരു കോടതിയൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ വക്കീലന്മാര് പേപ്പറൊക്കെ കൈപ്പിടി ചെല്ലുന്നുണ്ട്, അവിടെയും ചെല്ലും. നമ്മൾക്ക് അവിടെ പേപ്പറുമായിട്ട് ചെല്ലുന്ന ആള് കറുത്ത കോട്ടൊക്കെ ഇട്ട ആള് തന്നെയാണ് പിശാച ചെല്ലുന്നത്. എന്തൊക്കെയാ ചെല്ലുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പൊട്ടും പൊടിയും അവൻ എഴുതി വെക്കും. ഇതും കൊണ്ടുകൊണ്ട് അവിടെ വാദിക്കാൻ ചെല്ലുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അത് കർത്താവ് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി വാദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അവിടെ ഈ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വാതിൽ നമ്മൾ തന്നെ തുറന്നു കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇവിടെ കർത്താവ് പറയുന്നത് അവർ അവനോട് ദൈവത്തിന്റെ പ്രസാദ പ്രവൃത്തി ചെയ്യുന്ന ഞങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദം പ്രവൃത്തി അവൻ അയച്ചത് നിങ്ങൾ വിശ്വസിക്കാത്രയും ഉത്തരം പറഞ്ഞു. കർത്താവിനോട് ചോദിക്കുന്നത് എന്താ? അവന് പ്രസാദമുള്ള പ്രവൃത്തി എന്ത്? കർത്താവ് പറയുന്നത് അവരെ അയച്ചതിൽ വിശ്വസിക്കുന്നത് അത്രയാണ്. നമുക്കെല്ലാം വിശ്വാസമുണ്ട് കർത്താവ് യേശുക്രിസ്തു, വിശ്വാസമുണ്ട്. പക്ഷേല് ഞാൻ ചോദിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും
നമ്മൾ പ്രതികരിക്കത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരാളുടെ സാക്ഷ്യം പറഞ്ഞ കണക്ക്, കർത്താവെ കഷ്ടത എന്റെ ജീവിതത്തിലെ കടപ്പാരം അല്ലെങ്കിൽ സാമ്പത്തികം ബാധ്യത കർത്താവെ നീയല്ലേ തരുന്നത്, നീ നീ എന്റെ കൂടെ ഉണ്ടല്ലോ, നീ എന്റെ കൂടെ. അപ്പൊ നമ്മൾ അത് ഫേസ് ചെയ്യുമ്പോൾ ഏത് അവസ്ഥയും കൂടെ പോകുമ്പോൾ നീ എന്റെ കൂടെ ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഫേസ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവ് യേശുക്രിസ്തു എന്റെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി മോൾ ഞാൻ സാമ്പത്തികമായ വിഷയങ്ങളിൽ ഭാരപ്പെടത്തില്ല എന്ന് ഒരാൾ തീരുമാനം എടുത്ത കാര്യം ഇന്നലെ പറഞ്ഞു. ഹാലയില് അയാൾ ആ തീരുമാനം എടുത്ത് കുറച്ച് ദിവസം കൂടി പ്രശ്നങ്ങൾ മുന്നിൽ നിന്ന് പിന്നീട് ആ പ്രശ്നം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലേ? കാരണം കർത്താവ് യേശു ക്രിസ്തുവിൽ അയാൾ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? കർത്താവ് എന്റെ കൂടെയുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നു, ഹാലേ നിങ്ങൾ ലോകത്തുള്ളവനേക്കാൾ വലിയ നിങ്ങളിൽ ഇരിക്കുന്നു, ഹാലലി എന്നല്ല വചനമൊക്കെ ഹാലലി അദ്ദേഹം ശരിക്കും വിശ്വസിച്ചു. നമ്മൾ ഈ വചനം എല്ലാം പറയുമ്പോൾ ഹാലലിയ നമ്മുടെ ജഡം ഹാലലിയ നമ്മുടെ പലതിലേക്കും ഇപ്പോഴും ഹാലലിയ അങ്ങനെ സ്വസ്ഥമായിരിക്കാന്, പ്രതികരിക്കാതിരിക്കാന്, ഹാലലിയ ശാന്തമായിരിക്കണം, ഒന്നും സമ്മതിക്കാതെ ആ വണ്ണം നമ്മുടെ ജഡം അല്ലെങ്കിൽ പൈശാചിക മണ്ഡലം ഹാലലിയ നമ്മുടെ ജഡത്തെ സ്വാധീനിച്ചുകൊണ്ട് നമ്മളെ അതിലേക്ക് നിർത്താതെ വണ്ണം ഹാലലിയ പ്രവർത്തിക്കുമ്പോൾ പറയുന്ന കാര്യം ഞാൻ പറയും, കർത്താവ് യേശുക്രിസ്തു നമുക്ക് വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ കർത്താവ് അറിയാതെ എന്റെ തലേന്നൊരു മുടി താഴെ വീഴത്തില്ലെങ്കിൽ എന്റെ നേരെ വരണം. ഞാൻ പണ്ടെപ്പോഴും പറഞ്ഞ വാക്യം എന്റെ മനസ്സിലേക്ക് വരുന്നത്, കർത്താവ് യേശുക്രിസ്തു പറയുന്നത് പോലെ ഹല്ലേലൂയ, എന്റെ നേരെ ഒരു വാക്ക് ഒരാൾ പറയുന്നത് ദൈവം അനുവദിക്കാതെ വരത്തില്ല എന്ന് കുറച്ച് വിശ്വസിക്കും. ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ ഹാലേലിയ ആമയെ തടയാൻ കഴിയും. ദാവീദിനെ നമ്മൾക്കറിയാം, രാജാവായി വരുമ്പോൾ ദാവീദിൽ നിന്ന് ശപിക്കുന്ന ഒരാൾ. അപ്പൊ ദാവീദിന്റെ സേനാനായകൻ ചോദിക്കുന്നുണ്ട്, വെട്ടിക്കളയട്ടെ അവനെ. കർത്താവ് പറഞ്ഞു, ദാവീദ് എന്താ പറയുന്നത്? യഹോവ അവനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിന് ശപിക്കണം, അവൻ ശപിച്ചോട്ടെ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ദാവീദ് ഒന്നും പറയും, രാജാവാണ് പക്ഷെ എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണാം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു ദൈവത്തിന്റെ ആത്മ എന്നോട് അനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ നേരെ വരുന്ന ശാപവാക്കൾ, നമ്മുടെ നേരെ വരുന്ന ഹാലേലിയ ഒരു മുറിപ്പെടുത്തുന്ന വാക്കുകൾ വരുമ്പോൾ നമ്മൾ ഹാലേലിയ ഈ വിശ്വാസം നമ്മൾ ഉണ്ടോ? ദൈവം അനുവദിച്ചിട്ട് അവർ പറഞ്ഞോട്ടെ എന്ന് ഹാലേലിയ നമുക്ക് ഹാലേലിയ അത് കേട്ട് ഹാലേലിയ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഇവിടെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തിന്റെ ഹാലേലിയ ആമീൻ ഹാലേലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശമുള്ള മക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ് എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക വെച്ചാൽ ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്. ആ വിശ്വാസം നമ്മളുണ്ട്. അപ്പൊ കർത്താവ് പറയുന്നത് എന്താ പറയുന്നത് ഇവിടെ? നിങ്ങൾ യേശുവിന്റെ ദൈവത്തിന് പ്രസാദ പ്രവർത്തികൾ അവൻ ആഴ്ചയിൽ വിശ്വസിക്കുന്ന അത്രയെന്ന് പറയും. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്നതാണ് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി വലുത്. ദൈവത്തിന് പ്രസാദം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അവനിൽ വിശ്വസിക്കുന്നത് അത്രേ. നമ്മുടെ വിശ്വാസം ഹാലേലിയ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് പൂർണ്ണതയോടെ വരികയാണെങ്കിൽ ഹാലേലിയ ആമീൻ നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ എന്ത് സംഭവിക്കുമ്പോഴും നന്മയാകട്ടെ തിന്മയാകട്ടെ അതിന്മേലെല്ലാം ദൈവം അനുവദിച്ചിട്ടാണ് എന്ന് നമ്മളെ കുറിച്ച് നമ്മളെ കേൾക്കാതെ എത്രയോ ആൾക്കാർ കുറ്റങ്ങളും കുറവുകളും പറയുന്നു, അല്ലേ? ഇത് നമ്മുടെ കൺട്രോളിലാണോ സിസ്റ്റർ? അല്ല. ഈ പറയുന്നത് നമ്മളുടെ ചെവിയിൽ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടവും വെറുപ്പും കയ്പും ഒക്കെ വരുന്നുണ്ട്. ഹാലേലിയ. പക്ഷെ ഇത് നമ്മൾ കേട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഹാലേലിയ. നമ്മൾ അറിയുന്ന പോലെ നമ്മൾ അവരെ കാണുമ്പോൾ ചിരിക്കും, സന്തോഷിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ നമ്മൾ കേൾപ്പിക്കുന്നു എങ്കിൽ എന്തായിരിക്കും അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ജഡത്തിൻ്റെതായ സ്വഭാവങ്ങളെ കയ്പ്, വെറുപ്പ്, ഹാലേലിയ പക, വിദ്വേഷം ഇതൊക്കെ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കണം. ഇത് കുത്തി നിറയ്ക്കപ്പെട്ടാൽ ആത്മാവ് ഞെരുങ്ങാൻ തുടങ്ങും. ആത്മാവിന്റെ സ്വഭാവം, ആത്മാവിന്റെ സന്തോഷം, ആത്മാവിന്റെ സമാധാനം ഇതെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അവിടെയാണ് ശത്രു ജയമെടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ പോലെ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇതൊന്നും കേറത്തില്ല. കാരണം കർത്താവ് നമ്മൾ അവിടെ പറയും ഒരാളെ നമ്മൾ നോക്കി ചീത്ത തെറി വിളിച്ചെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാണ് ഇത് വിളിച്ചില്ലെങ്കിൽ എന്റെ നേരെ വായ തുറക്കാൻ ഇവർക്ക് കഴിയില്ല. അതിപ്പോ ആരാകട്ടെ, എത്ര വലിയ ശക്തിയാകട്ടെ, എത്ര വലിയ പൈശാചിക മണ്ഡലമാകട്ടെ, നമ്മുടെ
ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വാക്ക് നമ്മൾ നോക്കി പറയണമെങ്കിൽ ദൈവം അനുവദിക്കാതെ, ഞാൻ പറയും, നമ്മൾ വഴക്ക് പറയും വരുന്നവൻ പോലും ഹല്ലേലൂയ, നമുക്കറിയാം ബിലെയാമ് വന്നപ്പോൾ പോലും ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തെ ശപിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ വന്ന വായ തുറന്നപ്പോൾ അനുഗ്രഹമായി മാറി. ദൈവത്തിന് മാറ്റാൻ പറ്റും. പക്ഷെ ദൈവം അത് മാറ്റുന്നില്ല എങ്കിൽ, ഇന്ന് നമ്മളെ ശാപവാക്കുകൾ കേൾപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, പരിഹാസം കേൾപ്പിക്കുന്ന, നിന്ന കേൾപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, അങ്ങനെ കേൾപ്പിക്കുന്നെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരു ദുരാത്മാവും വാതിർക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ആ ദുരാത്മശക്തി ഹല്ലേലൂയ ആണെങ്കിൽ പോലും നമ്മുടെ നേരെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നെങ്കിൽ ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണെന്നും നമ്മൾ അവിടെ എങ്ങനെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാണെന്നും മനസ്സിലാക്കുക. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അത്രേ. ഇവിടെ പറയുന്നത് അങ്ങനെ അറിയാം, ദൈവത്തിന് പ്രസാദ പ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ യേശു അവരോട് ദൈവത്തിന് പ്രസാദം പ്രവൃത്തി അവൻ ആഴ്ച നിങ്ങൾ വിശ്വസിക്കുന്ന അത്രയോ. അപ്പൊ നമ്മൾ കർത്താവ് യേശുക്രിസ്തു വചനത്തിൽ വിശ്വസിക്കുന്നതാ ദൈവത്തിന് പ്രസാദിപ്പിക്കും. നമ്മളിപ്പോ നേർച്ച കാഴ്ച കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച കൊടുത്തില്ല, അല്ലെങ്കിൽ ടൈത്ത് കൊടുത്തില്ല, ഹല്ലേലൂയ, നമ്മൾ 4 മണിക്കൂർ പ്രാർത്ഥിച്ചില്ല, ഉപവസിച്ചില്ല, ഇതൊന്നും ചെയ്തില്ലേലും വിഷയമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന അത്രേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുക. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അത്ര വിശ്വസിക്കണം. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്ന അവൻ വിശ്വസിക്കാത്ത അവൻ അവളോട് അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കുക, നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ന് എന്ത് പ്രവർത്തിക്കുന്നു ആമി അടുത്ത അപ്പം അവര് ആദ്യം ചോദിക്കുന്നത് നീ എപ്പ വന്നിവിടെ, ഇങ്ങനെ വന്നു. അടുത്ത ചോദിക്കുന്നത് ഹല്ലേലൂയ, നിന്നെ പ്രസാദിപ്പിക്കാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം. ഇനിയിപ്പോ ചോദിക്കുന്നത് നീ എന്ത് അടയാളം ചെയ്തിട്ടാണ് ഞങ്ങൾ നിന്നെ വിശ്വസിക്കേണ്ടത്. ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ദൈവത്തിൽ ഇതെല്ലാം പറയും, ദൈവമേ എനിക്ക് നിന്റെ വചനം വിശ്വാസം, പക്ഷേ അതിനു വേണ്ടി എനിക്കൊരു അടയാളം നീ ഇപ്പൊ പ്രവർത്തിക്കണം, എന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വരണമേ. അപ്പൊ അടയാളം എല്ലാവർക്കും വേണം, അന്നും വേണം, ഇന്നും വേണം. ഹല്ലേലൂയ. അമ്മയുടെ കർത്താവ് യേശുക്രിസ്തുവിന് മറുപടി ഹല്ലേലൂയ. അടയാളം ചോദിക്കുന്നു. ആദ്യം തന്നെ പറയുന്നത്, ആദ്യം കർത്താവ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ അടയാളം കണ്ടോണ്ടല്ല അപ്പം കിട്ടിയോണ്ട വന്നത്. അപ്പൊ അടയാളമാണ് ദൈവം പ്രവർത്തിച്ചു. 5 അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് നുറുക്കിയപ്പം 5000 പേർ ഭക്ഷിച്ചത്, 5000 പുരുഷാരം ഭക്ഷിക്കാൻ വേണ്ടി അത് വർദ്ധിച്ചത് ഒരു അടയാളമാണ്. അമ്മ സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. ഹല്ലേലൂയ. അപ്പൊ അടയാളം അവിടെ പ്രവർത്തിച്ചു. അപ്പൊ അടയാളത്തെക്കാട്ടി കൂടുതൽ ഇവര് പലപ്പോഴും നമ്മൾ ദൈവത്തിന് എടുക്കൽ, നമ്മുടെയൊക്കെ മനോഭാവം അങ്ങനെ ആകരുത് കാരണം നമ്മളൊക്കെ മനോഭാവം അങ്ങനെ തന്നെ വേണം. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തെ എനിക്ക് ഇന്ന വിഷയത്തിൽ വിടുതൽ വേണം, അല്ല ഇന്ന വിഷയം എന്റെ മുമ്പിൽ ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു, ഈ വിഷയത്തിൽ മാത്രം അതെനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ഹല്ലേലൂയ നമ്മൾ വാശി പിടിക്കാറുണ്ട്. ചിലപ്പോൾ ദൈവത്തോട് മല്ലി പിടിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിനോട് ഇവർ വീണ്ടും വന്നിട്ട് അടയാളത്തെ ചോദ്യം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയും ഇന്ന ദിവസം ഇന്ന സമയത്തുള്ളിൽ എനിക്കിതിന് മറുപടി ലഭിച്ചിരിക്കണം. അത് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവ് നോക്കിയിട്ട് പ്രവർത്തിച്ച് വല്ല അടയാളം നമ്മൾ സാക്ഷ്യം പറയൊക്കെ ചെയ്യല്ലേ, അടയാളം. അമ്മ വീണ്ടും വിളിച്ചു നോക്കി അടയാളം, നീ എന്ത് അടയാളം എന്ന് ചോദിച്ചു. അപ്പൊ അടുത്തത് നമ്മുടെ പിതാക്കൻ മരുഭൂമി മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗ്ഗത്തിൽ അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത അവര് അടയാളം ചോദിക്കുന്നു. പിതാവ് സ്വർഗത്തിൽ നിന്ന് അവർക്ക് മന്നയൊക്കെ പൊഴിച്ചു കൊടുത്തതൊക്കെ വലിയ അടയാളമാണ്. അവിടുത്തെ യേശു കർത്താവിന്റെ മറുപടി അറിഞ്ഞത് ആമേൻ ആമേൻ. യേശു അവരോട് ആമേൻ, നിങ്ങളോ സ്വർഗത്തിൽ ഇറങ്ങി വന്ന നിന്നുള്ള അപ്പം മോശയില്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്തെ സ്വർഗത്തിലുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്ന ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ലോകത്തിന് ജീവനെ കൊടുക്കുക ആകുന്നു എന്ന് പറഞ്ഞു. അപ്പം സാക്ഷാൽ അപ്പം ആയവനെടുക്ക പറയുന്നത് അപ്പം കൊടുത്ത അടയാളം കാണിച്ചല്ലോ. ഇത് ഈ ഭാഗം ഇതിങ്ങനെ വിശദമാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞ സമയം ഒരുപാട് മുമ്പോട്ടും. പിന്നെ കഴിഞ്ഞ ദിവസം എന്റെ മോള് ഈ ഒരു ഭാഗം എടുത്തോണ്ട് വന്നു. ഇത് മത്തായിയുടെ സുവിശേഷം നമ്മൾ എടുത്തോണ്ട് വന്നത് എനിക്ക് തോന്നുന്നു. അതിനകത്ത് പറയുന്നു യോന 3 നാൾ ഈ മത്സ്യത്തിനുള്ളിൽ കിടന്നതാണ്. അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് യോനയെ കുറിച്ച് അവിടെ പറഞ്ഞത്? യോന 3 നാൾ മത്സ്യത്തിനുള്ളിൽ കിടന്നതിന്റെ കാരണം എന്താ, അടയാളമായിട്ട് യേശുക്കത്ത് പറയാൻ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവൾ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പം നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുന്നത്, ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയുമ്പോൾ സാക്ഷ്യം പറയുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കടന്നു പോയി അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് നിങ്ങൾക്കും വിടുതലുണ്ട്, ഇതൊക്കെയാണ് നമ്മളും പറയുന്നത് അല്ലേ. പക്ഷെ ഞാനിന്നലെ കൊടാലി വെള്ളത്തിൽ പോയവരുടെ കഥ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പ്രവർത്തിക്കണം നിർബന്ധമൊന്നുമില്ല. താറാമസൃഷ്ടിക്കുന്ന ദൈവം പ്രവർത്തിച്ച ദൈവം
അതേപോലെ എനിക്ക് പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്ന് ചിലപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പലരും ഹല്ലേലൂയ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഒരുപാട് പേര് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൂതന്റെ കയ്യിൽ കാശ് കൊടുത്തുവിട്ട് ഹല്ലേലൂയ ഒരാൾ വന്നിട്ട് പൈസ കൊടുത്തിട്ട് പോയി, വാതിൽക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി, ഇതൊക്കെ അല്ലെങ്കിൽ തലേണ പൊക്കി വെക്കുക അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞ് എനിക്ക് എപ്പോഴും ഓർമ്മയാണ്. ഹല്ലേലൂയ. പണ്ട് ഒരു ദേവദാസ് എന്നോട് പറഞ്ഞത്, കൊച്ചിന്റെ ബർത്ത്ഡേ ആയപ്പോഴത്തേന് ആദ്യത്തെ കൊച്ചിന്റെ ബർത്ത്ഡേ 10ന്റെ കാശ് കയ്യിലില്ല. അപ്പൊ വീട്ടിൽ നിന്ന് പയ്യെ സങ്കടത്തോടെ അങ്ങ് ഇറങ്ങി പുറത്തോട്ട് പോയി. ഹല്ലേലൂയ. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുറത്ത് പോയി അമ്മ പോയിട്ട് വീട് ഷീറ്റും തലേണയൊക്കെ തട്ടി വെക്കരുത്. അപ്പൊ തലേയുടെ ഇടയിൽ ഒരു കെട്ട് കാശിരിക്കുന്നു, 2,00,000 രൂപയുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് കർത്താവേ, നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഈ അത്ഭുതമൊക്കെ കേൾക്കും, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രവർത്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം വെച്ചാ കർത്താവ് ഹല്ലേലൂയ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹം വെച്ചിട്ടെങ്കിലും ചെയ്യും കർത്താവേ അങ്ങനെ. പിന്നെ അതുപോലെ ആൾക്കാർ മിറക്കിൾ മണിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു അങ്ങനെ അത്ഭുതമൊന്നും കാണിച്ചിട്ട് ഞാൻ കാണുന്നില്ല. കർത്താവ് യേശുക്രിസ്തു ഹല്ലേലൂയ മിറക്കിൾ മണി കൊടുത്തെന്ന് എല്ലാവരും പറയുന്നത്, പത്രോസിനെ വെച്ച് കൊണ്ടുപോയിടാൻ പറഞ്ഞു, ചൂണ്ടയിട്ടപ്പോൾ മത്സ്യത്തിന്റെ വായിലുണ്ടായിരുന്നു, ഇതൊക്കെ പറയുമ്പം ഹല്ലേലൂയ അത് കർത്താവ് യേശുക്രിസ്തു അവിടെ ചുമ്മാ മോനെ അങ്ങ് ചെല്ലതെ വഴിയിലിട്ട് കിടക്കുന്നതല്ല പറഞ്ഞത്. പത്രോസിന്റെ തൊഴിൽ എന്താണോ ആ തൊഴിൽ തന്നെയാണ് ഹല്ലേലൂയ അവിടെ നന്മ വെച്ചത്. അപ്പം ആ പത്രോസ് ഇത് കേട്ടിട്ട് ഹല്ലേലൂയ കർത്താവ് നീ പോണ ഒരു മത്സ്യത്തെ കിട്ടും, അതിന് വാ തുറക്കുമ്പോൾ ഇത് കിട്ടും എന്നൊക്കെ പത്രോസ് എന്നാണെങ്കിൽ കൊണ്ടുപോകർത്തുന്ന വീട്ടിൽ ഇതിലെ പത്രോസ് അതൊക്കെ കേട്ട് ചൂണ്ടയെടുത്ത് പോയി ചൂണ്ടയിട്ട് മീൻ പിടിച്ചു. ഹല്ലേലൂയ അവിടെ വരെ പോയി അതൊക്കെ കുറെ പ്രോസസ്സിങ് അതിനകത്തുണ്ട്. ഹല്ലേലൂയ. അല്ലാതെ കർത്താവ് യേശുക്രിസ്തു അല്ല ടാക്സ് കൊടുക്കാൻ ഇതാ എന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് ഞാൻ എടുക്കുമ്പോൾ കാശ് കിട്ടുന്നു പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് അതിലൊന്നും ഞാൻ അത്രതായിട്ട് കാര്യമായിട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല നമ്മൾ. പക്ഷേ ഞാൻ പലരുടെയും ജീവിത സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കൊല്ലത്തുള്ള സ്ത്രീ തന്നെ അവർക്ക് പണ്ട് കോടതിയിൽ അടയ്ക്കാനുള്ള പൈസ ഒരു മനുഷ്യൻ രാവിലെ വെല്ലടിച്ച് കൊണ്ടു കൊടുത്ത ഒരു ആളെ നോക്കിയപ്പോൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അത് ഞാൻ അവരോട് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കണ്ണു മുമ്പിൽ കാണുന്ന ജീവനുള്ള തെളിവുകളാണ് സാക്ഷ്യങ്ങൾ. അപ്പൊ അതുപോലൊക്കെ കർത്താവ് ഒന്ന് പ്രവർത്തിക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനൊന്നും കർത്താവ് പ്രവർത്തിച്ചു. പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ കാശ് ആരെങ്കിലും കൊണ്ടൊക്കെ അയപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ദൂതനൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് അപ്പം ഓരോ കാര്യവും നോക്കിയിട്ട് കാണാറ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു എന്നിട്ട് ഇവരോട് സാക്ഷ്യത്തെക്കുറിച്ചും അടയാളത്തെക്കുറിച്ചും എന്നൊക്കെ ഞാൻ അന്ന് അപ്പം സാക്ഷാൽ നിങ്ങൾക്ക് മന്ന ഹല്ലേലൂയ മരുഭൂമിയിൽ മന്നയായിട്ട് ജനത്തിന് വേണ്ടി വെളിപ്പെട്ടത് ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. കാരണം മോശയല്ല അപ്പം കൊടുത്തത്, സ്വർഗ്ഗത്തിലെ ദൈവമാണ് അപ്പം കൊടുത്തത്. ഈ മന്ന എന്ന് പറയുന്ന മന്ന തന്നെയാണ് ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം. ഈ മന്ന തന്നെയാണ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത് മന്ന ഭക്ഷിച്ചവർക്ക് എന്ത് പറ്റി? അവർ ആരോഗ്യം ക്ഷയിച്ചില്ല, ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം പഴകിയില്ല. ഹല്ലേലൂയ. ഇത് ഭക്ഷിക്കുന്നവനൊക്കെ പുതുക്കം പ്രാപിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അവിടെ ബലഹീനർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എഴുതിയിരിക്കുന്നതിന്റെ കാര്യം അവർ ഭക്ഷിച്ച സാക്ഷാൽ മന്ന കർത്താവ് യേശുക്രിസ്തുവിന് വചനം തന്നെയായിരുന്നു. അത് അപ്പമായി അവർക്ക് ലഭിച്ചു. നമുക്ക് ഇന്നത് അക്ഷരമായി ലഭിച്ചിരിക്കുന്നു. പക്ഷെ ഇത് നമ്മൾ അക്ഷരമായിട്ട് ഭക്ഷിക്കാൻ ഇരിക്കല്, ഇത് അപ്പമായി തന്നെ ഭക്ഷിച്ച് നമുക്ക് ഇതെല്ലാം ലഭിക്കും. ഹല്ലേലൂയ. അവൻ നമ്മുടെ ജീവിതത്തിൽ രോഗം വരത്തില്ല, ഭാരം വരത്തില്ല. പക്ഷെ നമ്മൾ ഇന്നത് അക്ഷരമായി വിഴുങ്ങുന്നോണ്ടാ ഇത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ജീവനായി മാറാത്തത്. അപ്പമായിട്ട് തന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ ലഭിക്കും. അടുത്ത് ഞാൻ അതിന്റെ ബാക്കി ഇത് കൺക്ലൂഡ് ചെയ്ത് ഉദ്ദേശിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ജീവന്റെ അപ്പം ആകുന്നു എന്റെ അടുക്കൽ വരുന്നത് നിങ്ങൾ വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുക ഒരു നാളും ദാഹിക്കില്ല. നിങ്ങൾ എന്നെ അയച്ചിട്ട് വിശ്വസിക്കുന്ന ഞാൻ നിങ്ങളുടെ പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയും. അപ്പൊ പിതാവ് എന്റെ അടുക്കൽ വരുന്നവരൊക്കെ എന്റെ അടുക്കൽ വരും. അപ്പൊ ഇത് ഭക്ഷിക്കുന്നവർക്ക് ആർക്കും ഒരു നാളും വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കർത്താവ് യേശുക്രിസ്തുവാകുന്ന അപ്പം ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് വിശപ്പും ദാഹവും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത് ആത്മീയമായ വിശപ്പ് ഉണ്ടാകത്തില്ലെന്നല്ല, ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഹല്ലേലൂയ ഭാരപ്പെടേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ പിതാവ് അയച്ചവരൊക്കെ എന്റെ അടുക്കൽ വരും. പിതാവ് അയച്ചവർ മാത്രമേ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലത്തുള്ളൂ. എല്ലാവരും അങ്ങ് ചെല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഈ ഭാഗമൊക്കെ നമ്മൾ വേഗത്തിൽ ചിന്തിച്ചെന്തിനാണ് ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രയേ ചെയ്യുന്നത്, സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ടില്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനത്ര. ഇന്ന് നമ്മളെയൊക്കെ ഹല്ലേലൂയ കർത്താവ് യേശുക്രിസ്തു അയച്ചിരിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തിന്റെ മക്കളായി മാറുമ്പോൾ ശരിയാ ദൈവത്തിന്റെ മക്കളാണ്. അതേ സമയത്ത് നമ്മൾ ഗുരുവിന്റെ ചെയ്തതുപോലെ ചെയ്യാനായിട്ട് നമ്മൾ അയക്കപ്പെട്ടവരാണ്.
ലോകത്തിലേക്ക് നമ്മൾ ദൈവം അയച്ചിരിക്കുകയാണ്. എന്തിനാ? കുറച്ചു കാലം നീ ലോകത്ത് ജീവിച്ചുകൊണ്ട് എന്റെ ഇഷ്ടം ചെയ്യുവാൻ, എന്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുക. നമ്മൾ ലോകത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമാണോ ചെയ്യുന്നത്? അത് നമ്മുടെ ഇഷ്ടമാണോ ചെയ്യുന്നത്? ഇന്ന് രാവിലെ എഴുതേക്കുമ്പോ എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു, കർത്താവേ ഇന്ന് വചനം പറയണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. ഞായറാഴ്ചയാണ്, അധികം ആൾക്കാരും ഉണ്ടാകത്തില്ല. അപ്പം എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ബാത്റൂമിൽ പോയൊക്കെ ഫ്രഷ് ആയി വന്നപ്പോഴത്തേന് സാധാരണക്കാരിയായി ഞാൻ വീട്ടിൽ നൈറ്റിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കാൻ പോയപ്പോൾ പശുക്കിന്റെ ഉള്ളിലൊരാൾ പോയി ഡ്രസ്സ് മാറുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പോയി ഡ്രസ്സ് മാറി, മുടിയൊക്കെ കെട്ടി, ഒതുക്കി. അപ്പൊ വചനം പറഞ്ഞു. അപ്പൊ പോയി പിന്നെ ലാപ്ടോപ്പ് ആദ്യം മൊബൈലിൽ ഒന്ന് കയറി നിന്ന് എനിക്ക് ഓണാക്കി വെച്ച് പോയി ലാപ്ടോപ്പ് എടുത്തോണ്ടെന്ന് വെച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഹല്ലേലൂയ എന്ത് ചെയ്യും? വന്ന് തൂങ്ങി പിടിച്ചിരുന്ന് എന്തെങ്കിലും ഒരു വചനം എടുക്കും, നമ്മളൊന്ന് പ്രാർത്ഥിക്കും, പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നപ്പോഴത്തേന് ഇന്ന് ദൈവത്തിന്റെ പരീക്ഷയാണോ പ്രവൃത്തിയാണോ എനിക്കറിയത്തില്ല. ആദ്യം ജോലിയാനി മാത്രം ജോയിൻ ചെയ്തോളൂ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ദൈവം എന്ന വചനം പറയണ്ട. ഹല്ലേലൂയ. ജോലിയാനി മാത്രമല്ലേ വന്നുള്ളൂ, ബാക്കിയുള്ളവരേക്ക് വന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോഴും പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, ബൈബിള് തുറക്കുക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ റെക്കോർഡിങ് ഓൺ ആക്കണ്ട. ഹല്ലേലൂയ. ആമേൻ. അപ്പോഴും പരിശുദ്ധാത്മ ഹല്ലേലൂയന്റെ ഉള്ളിൽ പറഞ്ഞു റെക്കോർഡിങ് ഓൺ ആക്കണം. അങ്ങനെ ഞാൻ വചനം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഹല്ലേലൂയ നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. കാരണം ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന് കർത്താവ് യേശുക്രിസ്തുവിന് ഇന്ന് വചനം പറഞ്ഞത് ഞാൻ പറയാം, ഇത് എനിക്ക് വേണ്ടി ഇന്ന് വചനം പറഞ്ഞു. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഫ്രീ ആകുന്നത് എനിക്ക് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. കാരണം അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞേ, അപ്പൊ അയച്ചവന്റെ ഇഷ്ടം, നമ്മൾ അയക്കപ്പെട്ടവരാ, നമ്മളത് മറന്നു പോരുത്. നമുക്ക് വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചോദിക്കുന്ന, കർത്താവേ ഇത് ഞാൻ നിന്റെ ഇഷ്ടം വല്ലതും ചെയ്തോ, അത് എന്നെ വേദനിപ്പിച്ചോ? നമ്മൾ ചോദിക്കുന്നില്ല. അല്ല ഇന്ന് എന്താ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യേണ്ടെന്ന്. അപ്പൊ അവിടെ കർത്താവിന്റെ ഇഷ്ടം ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്നതാ. ഹല്ലേലൂയ. അവിടെ ഇഷ്ടം ചെയ്യുന്ന സ്വർഗത്തിൽ ഇറങ്ങുന്ന. അപ്പൊ ഞാൻ കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനോ വന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി മാറണം. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് അടുത്ത് പറയുന്നത്, അവൻ എനിക്ക് തന്ന ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്താണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പം പിതാവ് പുത്രന്റെ കയ്യിൽ കൊടുത്തത് നമ്മൾ ഓരോരുത്തരും പിതാവ് പുത്രന്റെ കയ്യിലേക്ക് കൊടുത്ത് അത് ഒന്നിനെ പോലും നഷ്ടമാക്കരുതെന്ന അയച്ചവന്റെ ഇഷ്ടം, കർത്താവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നഷ്ടമായി പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ നഷ്ടമായി പോകരുത് ആഗ്രഹിക്കുന്നോണ്ടാ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ അതിനെ എടുത്ത് കളയാനായിട്ട് പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാര്യം പോയഴ പൊക്കോട്ടെ എന്നല്ല. നമ്മൾ മക്കളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ കുറ്റമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നീ ഞാനിതൊന്നും ഇടപെടത്തില്ല, നീ നിനക്ക് ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെ പറയല്ലേ. കൊച്ചുങ്ങളോട് പറയത്തില്ലേ? പറയും. ദേഷ്യം നമ്മൾ അന്വേഷിച്ച് വിട്ടുകൊടുക്കുമോ? ഇഷ്ടം ചെയ്യാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ, അപ്പൊ അറിയാം നമ്മുടെ സ്വഭാവം. മനസ്സിലായേ? ഹല്ലേലൂയ. അതെന്താന്ന് വെച്ചാ നമ്മൾ അവരെ ഒരിക്കലും വിട്ട് കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം വെച്ചാ അത് നമ്മുടെ മക്കളാ. അവരൊരു നല്ല രീതിയിൽ, നല്ല ഭാവി, നല്ല ജീവിതത്തിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പിന്നാലെ ചെല്ലും വീണ്ടും. എന്നിട്ട് അവരെ കറക്റ്റ് ചെയ്യും, ഉപദേശിക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ. ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ദൈവത്തിന്റെ ആത്മാ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്നും നഷ്ടമായി പോകരുത്. പിതാവ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. എന്തിനു വേണ്ടിയിട്ടാ? കുറച്ച് നാളൊന്ന് നോക്കി നടത്തി ഇവരെ വളർത്താൻ വേണ്ടിയിട്ട്. അല്ല, എല്ലാ കാലത്തേക്കും നമ്മുടെ മക്കൾ നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിക്കുക. നമ്മുടെ മക്കൾ നമ്മുടെ അടിമയാണെന്ന് വിചാരിക്കണ്ട. കർത്താവ് ദൈവം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് നാളത്തേക്ക് തന്നിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ. ദൈവത്തിന് അവരെ കുറിച്ച് പർപ്പസ് ഉണ്ട്. ദൈവത്തിന് അവരെ കുറിച്ച് ആഗ്രഹങ്ങളുണ്ട്. അതിന് വിലങ്ങത്തടിയായിട്ടോ അതിന് വിപരീതമായിട്ടോ നിൽക്കാനുള്ളവരല്ല നമ്മൾ. അതുപോലെ പിതാവ് യേശുക്കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക നമ്മൾ ഓരോരുത്തരും. അത് ഒന്നുപോലും നഷ്ടമായി പോകുന്ന കർത്താവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെയാ നമ്മളൊക്കെ ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും ഇപ്പോഴും ദൈവം സ്നേഹിക്കുകയും നമ്മളെ ഇങ്ങനെ
ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ചിലപ്പോൾ തെറ്റ് ചെയ്യവരാണ് അടിയൊക്കെ തരുന്നത് അല്ലേ. പക്ഷെ നേർവഴിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഇത് കണക്ക് കൊടുക്കണമെന്നതാ. നഷ്ടമായി പോകുവാനുള്ളതല്ല. ഹല്ലേലൂയ. അവിടെ പറയുന്നത് അയച്ചവന്റെ ഇഷ്ടം. ആമേൻ. ഹല്ലേലൂയ. എല്ലാം ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പ് എന്നാകുന്നു അയച്ച. അപ്പൊ എല്ലാം ഒടുക്കത്തെ നാൾ ഉയർത്ത് ആദ്യം നിത്യജീവനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ നിത്യജീവനിലേക്ക് നമ്മളെല്ലാം എത്തണമെന്നാണ് അയച്ചവന്റെ ഇഷ്ടം. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം. ഒന്നുപോലും നഷ്ടമായി പോകരുന്ന പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. പുത്രനെ നോക്കിക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഇവന് നിത്യം ഉണ്ടാകണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്ത നാളത്ത്. അപ്പം പുത്രനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നവൻ. പുത്രനെ നോക്കിക്കൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നവൻ. അല്ലെ, കർത്താവ് യേശുക്രിസ്തു എന്ന വചനത്തെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നവനും പറയാം. നമ്മുടെ ഓരോ ജീവിത സാഹചര്യത്തിലും കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയുണ്ട് എല്ലാത്തിലും. അതിനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നവനെന്നും പറയാം. ഞാൻ പലപ്പോഴും പറയണ്ടേ, എന്റെ ജീവിതത്തിലെ ഭാരങ്ങളും വിഷമങ്ങളും ഒക്കെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്നോട് എപ്പോഴും പറയുന്ന കാര്യം, ദൈവത്തിനാത്മ എന്നോട് പറയും, നീ ക്രൂശിലേക്കൊന്ന് നോക്ക്. ആ ക്രൂശിലേക്കൊന്ന് നോക്ക്. ആ ക്രൂശിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അയ്യോ, അത് വെച്ച് നോക്കുമ്പോ എന്റെ വേദന എത്ര നിസ്സാരം, അത് വെച്ച് നോക്കുമ്പോ എന്റെ നിന്ദ എത്ര നിസ്സാരം, അത് വെച്ച് നോക്കുമ്പോൾ എന്റെ ഭാരം എത്ര നിസ്സാരം. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് മാറ്റാം. അപ്പൊ നമ്മൾ അതുകൊണ്ട് പുത്രനെ നോക്കിക്കൊണ്ട് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആമീൻ ജീവിക്കുകയാണ്. നമ്മൾ പിതാവിന്റെ ഇഷ്ടത്തിന് അത് അങ്ങനെയുള്ള ഒരു ഒടുക്കത്തെ നാളിൽ എന്ത് വരും? അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. എല്ലാവരും ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ ദൈവത്തിന് ഇഷ്ടം നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കണമെന്ന് തന്നെയാണ്. നിത്യജീവനിലേക്ക് വരണമെന്ന് തന്നെ. അപ്പൊ നശിച്ചു പോകുന്ന ആഹാരത്തെക്കുറിച്ചുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, നമ്മളെ പലതിലേക്ക് കൊണ്ടുപോകും. പല ചിന്തകൾ, വിചാരങ്ങളിൽ അല്ലെങ്കിൽ വാക്കുകൾ, പ്രവൃത്തി ഇതെല്ലാം നമ്മളെ ആമേൻ 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 നമ്മളെ ഡൗൺ ആക്കുന്നെങ്കിൽ ഞാൻ പറയാം, ദൈവം അനുവദിക്കാതെ മുകളിൽ നിന്ന് തരാതെ എന്റെ മേൽ നിനക്ക് യാതൊരു അധികാരമില്ല. പീലാത്തോസിനും ഒത്തൊക്കെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാർത്ഥത മുകളിൽ നിന്ന് കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഒരധികാരവും ഇല്ല. അപ്പൊ നമ്മളെ അയച്ചവനെ വിശ്വസിക്കുന്നതാണ് നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തനം. നമ്മൾ അയച്ച ദൈവത്തിലും ദൈവത്തിന്റെ ദൈവമാകുന്ന വചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാം ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനമാണ് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി ദൈവം അറിയാതെ പൊഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയ്യോ ഇതെല്ലാം പോയല്ലോ എന്ന് വിചാരിക്കത്തില്ല. നഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടത്തില്ല. നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെ ഓർത്ത് നമ്മൾ ഭാരപ്പെടത്തില്ല. നമ്മൾ നാളെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെടത്തില്ല. ഓരോ വിഷയങ്ങളോർത്ത് നമ്മൾ ഭാരപ്പെടത്തില്ല. ഈ ഭാരമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വചനം പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഇരുന്ന് താങ്ങണം. എന്റെ ഉള്ളിൽ പല ഭാരങ്ങളും ഉണ്ടായി. പക്ഷെ ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫ്രീ ആകുന്നത് എനിക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങൾ കയറി നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിൽ കർത്താവ് അയച്ചവരിൽ വിശ്വസിച്ച നമുക്ക് ഇന്ന് അയച്ചവനായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ജീവശ്വാസമാണ് വചനമെന്ന് നമ്മൾ വായിക്കുന്ന അങ്ങനെ ദൈവം നമ്മളോട് ഓരോ നിമിഷം സംസാരിച്ചുകൊണ്ട് വചനത്തിലൂടെയാണ് ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ എന്റെ നേരെ ഒരു വാക്ക് പോലും വരുത്തില്ല. ദൈവം അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയും എന്നെ തൊടാൻ പറ്റില്ല. ദൈവം അനുവദിക്കാതെ ഒരു പൈശാചിക ശക്തി എന്റെ ജീവിതത്തിൽ കയറാൻ കഴിയുകയില്ല. അപ്പൊ അത് നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ഡോറ് ഓപ്പൺ ആക്കി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ അവൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാനുഷ്യമായ ജഡികമായിട്ട് നശിച്ചു പോകുന്ന ആഹാരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ജഡികമായി പ്രവർത്തിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിന് അവസരം ഉണ്ടാക്കാൻ ഇടയാകരുത്. ആമേൻ ഓർപ്പിച്ചുകൊണ്ട് ഈ വചനം ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.